അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, സയൻസ് കേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രജ്വൽ, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി. ഓക്കെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം അഥവാ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അതിൻ്റെ അവസാനത്തുള്ള 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂസ് ഓഫ് എത്തനോൾ ആൻഡ് മെത്തനോൾ, അതായത് എത്തനോളുടെയും മെത്തനോളുടെയും യൂസസ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ, അതായത് ഇൻഡസ്ട്രിയലി എങ്ങനെയാണ് എത്തനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡ്, അതായത് ഇൻഡസ്ട്രിയലി എങ്ങനെയാണ് എത്തനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ എസ്റ്റേഴ്സ്, നെയിമിംഗ് ഓഫ് എസ്റ്റേഴ്സ്, അതായത് എസ്റ്റേഴ്സിന് എങ്ങനെ പേര് നൽകാം. ഈ ഒരു 5 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാം. ഓക്കെ, ആദ്യം തന്നെ യൂസ് ഓഫ് മെത്തനോൾ. എന്താണ് മക്കളെ മെത്തനോളിൻ്റെ യൂസസ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് എ ഫ്യൂവൽ, യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ റേസിംഗ് കാർസ് ആൻഡ് സം ഇൻഡസ്ട്രിയൽ ബേണേഴ്സ്. അതായത് മക്കളെ ഇൻഡസ്ട്രിയൽ ബേണേഴ്സ്, നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ബേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്ന സമയത്ത് വേസ്റ്റും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കത്തിച്ചുണ്ടാക്കണമെങ്കിൽ അവിടെ കത്തിച്ചുണ്ടാക്കുന്ന ഒരു ബർണർ ഉണ്ടാവും, എന്തായാലും ഒരു ബർണർ ഉണ്ടാവും. ആ ബർണറിൽ ഇതൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്, കത്തിക്കാൻ യൂസ് ആക്കുന്ന ഒരു ഫ്യൂവലായിട്ടാണ് ഇത് യൂസ് ആക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റേസിംഗ് കാർസിൽ ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് പെട്രോൾ, അതായത് ഇവരെ പെട്രോളായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാനുഫാക്ചേഴ്സ് ഓഫ് കെമിക്കൽസ്, അതായത് നമ്മുടെ അസറ്റിക് ആസിഡ്, ഫോമാൽഡിഹൈഡ്, അതേപോലെ പ്ലാസ്റ്റിക്സ് ഇല്ലേ, നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ നിർമ്മിക്കുന്നത് മെത്തനോൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് മെത്തനോളും അതിന് അനുബന്ധമായ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ അസറ്റിക് ആസിഡ് നിർമ്മിക്കാൻ പറ്റും, അതേപോലെ ഫോമാൽഡിഹൈഡ് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ്. ഓക്കെ, സോൾവെൻറ്റ് നമുക്കറിയാം, പെയിൻറ്റ്, വാർണിഷ്, ഇങ്ക് പോലത്തെ കാര്യങ്ങളിലെല്ലാം നമുക്ക് സോൾവെൻറ്റ് വേണ്ടേ. എന്തെങ്കിലും മിക്സ് ചെയ്താലല്ലേ അത് ദ്രാവക രൂപത്തിലാവും, അല്ലെങ്കിൽ അത് ഖരത്തിലല്ല ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പെയിൻറ്റ് കൊടുക്കുന്നു, നമ്മൾ ജലം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന പെയിൻ്റ് ഉണ്ട് സോൾവെൻ്റ് ആയിട്ട്. അത് വേറെ കാര്യം. നമ്മുടെ ഓയിൽ പെയിൻറ്റെല്ലാം മിക്സ് ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ യൂസ് ഓഫ് എത്തനോൾ എന്താണ്? ആസ് എ ഫ്യൂവൽ. ഓക്കെ, ഫ്യൂവൽ യൂസ്ഡ് ആസ് എ ബയോ ഫ്യൂവൽ ആൻഡ് മിക്സ്ഡ് വിത്ത് പെട്രോൾ, അതായത് എത്തനോൾ നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്രോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബയോ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആസ് എ സോൾവെൻറ്റ്. ഓക്കെ, സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പെയിൻറ്റ്, അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, പിന്നെ നമ്മളെ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി സോൾവെൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ബ്യൂറേജസ്. ഓക്കെ, ബ്യൂറേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മദ്യത്തിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇത് ഡ്രിങ്കിങ് ചെയ്യാൻ പറ്റുന്ന ആൽക്കഹോളാണ്. ഓക്കെ, എന്താ പറയുക, ബീറ്, പിന്നെ വൈന്, പിന്നെ എന്തൊക്കെയുള്ളത്, ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, അതായത് അതുപോലത്തെ ആൽക്കഹോളിക് ഡ്രിങ്ക്സൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് ഡിസിൻഫെക്റ്റഡ് ആണ്, അതായത് നമുക്ക് എന്താ പറയുക രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ ഇത് വെച്ച് കഴിയും. ഓക്കെ, അതുകൊണ്ട് യൂസ്ഡ് ആസ് ഇൻ ഹാൻഡ് സാനിറ്റൈസർ ആൻഡ് മെഡിക്കൽ സ്റ്റെറിലൈസേഴ്സ്, അതായത് നമ്മുടെ മെഡിക്കലി യൂസ് ചെയ്യുന്നത് നമ്മൾ സർജറി ചെയ്യുന്ന കത്രികയൊക്കെ ഇല്ലേ, ആ കത്രികയൊക്കെ ഇതിൽ സ്റ്റെറിലൈസ് ചെയ്യും. മീൻസ് അവരെ അണുവിമുക്തമാക്കാൻ ഇത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സാനിറ്റൈസർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടാണ് കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ സാനിറ്റൈസർ. ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താ പറയുക ഈ എത്തനോൾ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് എങ്ങനെ സാറേ അപ്പോൾ കുടിക്കുന്നത്? ഇത് നമ്മൾ കൊറോണ സമയത്തെല്ലാം കേട്ടിട്ടുണ്ട്, ഇത് കുടിച്ചിട്ട് കുറേ ആളെ മരിച്ചു. അപ്പോൾ ഇത് മദ്യത്തിൽ ഇതേ സെയിം സാധനമാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ സാറേ? ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മക്കളെ ഏത് ലോ എമൗണ്ടിൽ നല്ലതാണ്, ഹൈ എമൗണ്ടിൽ ദോഷമാണ്. കാരണം ഈ എത്തനോളുടെ കാര്യം ഹൈ എമൗണ്ട് ആയാലും ലോ എമൗണ്ട് ആയാലും ദോഷമാണ്. കാരണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, നമുക്കതറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഹൈ എമൗണ്ട് ആയാലും ലോ എമൗണ്ട് ആയാലും ദോഷമാണ്. ബട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരളവുണ്ട്. ഓക്കെ, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരളവുണ്ട്, അതിനേക്കാളും അവകയാണ്. ഓക്കെ, നമ്മുടെ എന്താ പറയുക കുപ്പികളിൽ, മീൻസ് ആൽക്കഹോളിക് ആയിട്ടുള്ള കുപ്പികളിൽ അതിലുണ്ടാവും 6%, 2% ആൽക്കഹോൾ എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിലത്രയേ ഉള്ളൂ ആൽക്കഹോൾ. ബട്ട് നമ്മുടെ സാനിറ്റൈസറിലുള്ളതോ 99.99% ആണ് ചില സാനിറ്റൈസറുകളിലൊക്കെ ആൽക്കഹോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അതെങ്ങനെ സംഭവിച്ചത്. ഓക്കെ, ഇനി ഇത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചേഴ്സ് ഓഫ് കെമിക്കൽ എത്തനോയിക് ആസിഡ്, എസ്റ്റേഴ്സ്, പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്ര കാര്യങ്ങളാണ് എത്തനോളും മെത്തനോളിൻ്റെ യൂസസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ.
എന്താണ് മക്കളെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ? എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി എത്തനോൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം ആദ്യം. ഓക്കെ, ഡെഫിനേഷൻ എന്താ പറയുന്നത്? ടു ദി ഷുഗർ സൊല്യൂഷൻ, അതായത് ഷുഗർ സൊല്യൂഷനിലേക്ക് ആഡ് അബൌട്ട് ഇറ്റ്സ് ഹാഫ് ഓഫ് ഈസ്റ്റ്. ഈസ്റ്റില്ലേ, നമ്മുടെ ഈസ്റ്റ്, നമ്മുടെ മാവൊക്കെ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ്. ഓക്കെ, അതിടുക. ഓക്കെ, ആൻഡ് അലോ ടു സ്റ്റാൻഡ്, അത് കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക. ഫസ്റ്റ് ദി എൻസൈം ഇൻവെർട്ടേഴ്സ് വിൽ റിയാക്ട് വിത്ത് ദി ഷുഗർ സൊല്യൂഷൻ. നമ്മുടെ ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക എൻസൈം ഉണ്ട് നമ്മുടെ ഈസ്റ്റിൽ. നമ്മുടെ ബേസിക്കലി രണ്ട് എൻസൈമാണ് കണ്ടുന്നത്, ഇൻവെർട്ടേഴ്സും സൈമേസും. ഓക്കെ, ഇവർ രണ്ടാളാണ് ഈ ഈസ്റ്റ് വെച്ച് നമ്മുടെ ഷുഗറിനെ എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത്, അതിന് ശേഷം അതിനെ എത്തനോളാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടേഴ്സ് വിൽ റിയാക്ട് വിത്ത് ഷുഗർ സൊല്യൂഷൻ ആൻഡ് ദിസ് വിൽ സ്പ്ലിറ്റ് ദി കോമ്പൗണ്ട്. ഓക്കെ, സൂക്രോസ്, അതായത് നമ്മുടെ സൂക്രോസ് എന്നുള്ള ഷുഗർ, ഈ ഷുഗറിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും ഇവർ. അതായത് നമ്മുടെ എൻസൈം, ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈം സൂക്രോസിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. ആസ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി സ്പ്ലിറ്റ് ചെയ്ത് തരും. ഓക്കെ, ദെൻ ദി എൻസൈം സൈമേസ് വിൽ റിയാക്ട് വിത്ത് എയ്തർ ഗ്ലൂക്കോസ് ഓർ ഫ്രക്ടോസ്. അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് നമ്മുടെ സൈമേസ് റിയാക്ട് ചെയ്യും. ഓക്കെ, സൈമേസ് റിയാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തും നമ്മുടെ കോമ്പൗണ്ട് എന്താ നമുക്ക് വേണ്ടത്, എത്തനോൾ. ഈ എത്തനോൾ നമുക്ക് കിട്ടും. സൈമേസ് റിയാക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എത്തനോൾ കിട്ടുക, പ്യുവർ ആയിട്ടുള്ള എത്തനോൾ. പിന്നെ പ്ലസ് CO2. ഓക്കെ, CO2 നമുക്കറിയാം ആവിയായിട്ട് പോകും, കാരണം CO2 ഗ്യാസാണ്. CO2 ഗ്യാസാണ് ഉണ്ടാകുന്നത്, അത് നീരാവിയായി പോകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതോ എന്താ പറയുക, C2H5OH, അതായത് നമ്മുടെ എത്തനോൾ മാത്രം അവിടെ ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വരും, ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചർ സെയിം ആണോ എന്ന്. അല്ല മക്കളെ, ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചർ സെയിം അല്ല, പക്ഷേ അവരുടെ മോളിക്കുലർ ഫോമുല സെയിം ആണ്. ബട്ട് അവരുടെ സ്ട്രക്ചർ വ്യത്യാസമൊണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിപ്പോൾ പഠിക്കാനില്ല, ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. കാരണം അതൊരു ഡിഗ്രി ലെവലെത്തുമ്പോൾ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണത്. ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെയും ഒക്കെ ഒരു ഡിഗ്രി ലെവലെത്തുമ്പോഴുള്ള ഒരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ സൂക്രോസ്. ഓക്കെ, സൂക്രോസിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ഇട്ടു. ഓക്കെ, ഈസ്റ്റിൽ ഇൻവെർട്ടൈസ് ചെയ്തു അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റി. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റി. ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താ ചെയ്തു, അതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും സൈമേസുമായി റിയാക്ട് ചെയ്ത് നമുക്ക് എത്തനോൾ കിട്ടി. ഓക്കെ, റിയാക്ഷൻ ഒന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചാൽ ഈ റിയാക്ഷൻ നിങ്ങൾ ബയോടെക് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇതുപോലത്തെ റിയാക്ഷൻസ് ഇനിയും വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. 1-2 മാർക്കിൽ ചോദിക്കാനുള്ള ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത എന്താണ്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡാണ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഇവർ തമ്മിലുള്ള ഇത് പഠിച്ചില്ലേ, യൂസ്. ആ യൂസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു എത്തനോളിൽ നിന്നും നമുക്ക് എത്തനോയിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെത്തനോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം മെത്തനോളിലേക്ക് നമ്മളൊരു കാർബൺ മോണോക്സൈഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്തനോയിക് ആസിഡ് കിട്ടും. കാരണം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു, 1 C ആണെങ്കിൽ അത് മീത്ത്, അതുപോലെ തന്നെ 2 C ആണെങ്കിൽ അത് എത്താവും. ഓക്കെ, എത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, റിയാക്ഷൻ ചെയ്ത് നോക്കാം. ആദ്യം മെത്തനോൾ എടുത്തു. ഓക്കെ, മെത്തനോളിലേക്ക് നമ്മൾ CO, ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്തു. കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ OHുമായി കാർബൺ മോണോക്സൈഡ് ബൈൻഡ് ചെയ്യും. ഓക്കെ, OHുമായി ബൈൻഡ് ചെയ്ത് COH ആവും, അതായത് CH3COH. അതായത് ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അത് റിയാക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, ഇപ്പോൾ നമ്മൾ OH ഇവിടെ കൊടുത്തു. ഓക്കെ, പ്ലസ് C⋅O ആണ് മക്കളെ. കാർബൺ മോണോക്സൈഡ് ആകുമ്പോൾ C⋅O, നമ്മുടെ കീറ്റോ ഗ്രൂപ്പില്ലേ, അവരാണ് ഇവർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ, ഇപ്പോൾ ഇവർ രണ്ടും റിയാക്ട് ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ CO അവിടെ തന്നെ നിൽക്കും. ഓക്കെ, CO അവിടെ തന്നെ നിൽക്കും. CO അവിടെ തന്നെ ഉണ്ടല്ലോ. പ്ലസ് നമുക്കിവിടെ ഒരു OH മായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, OH ആയിട്ട് ഒരു ബോണ്ട് നമുക്കിവിടെ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, C ഇവിടെ ഉണ്ട്, ഒരു O ഉണ്ട്, ഒരു H ഉണ്ട്. അപ്പോൾ അത് നമുക്ക് COOH ആയി മാറൂലേ. മനസ്സിലായി നോക്കല്ലേ. അതായത് നമ്മുടെ CO ഡബിൾ ബോണ്ടിലാണ് ഉള്ളത്. ഓക്കെ, അത് നമ്മുടെ OH ആയിട്ട് ബൈൻഡ് ചെയ്തു. അപ്പോൾ ഈ COOH എന്ന് പറയുന്നത് എന്താണ്, ഒരു ആസിഡ് ഗ്രൂപ്പാണ്.
മനസ്സിലായില്ലേ? കാർബോക്സിലിക് ആസിഡാണ് നമ്മൾ COH എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് ഈ ഒരു മെക്കാനിസം നടന്നിട്ട് ഇൻഡസ്ട്രിയിൽ എത്തനോയിക് ആസിഡ് നിർമ്മിക്കുന്നത്. അതിൻ്റെ മെക്കാനിസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CH3 സിംഗിൾ ബോണ്ട് OH, അതിലേക്ക് നമ്മുടെ ഡബിൾ ബോണ്ട് ആയിട്ടുള്ള CO വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തു, OH-ലേക്ക് അറ്റാച്ച് ചെയ്തു. OH-ലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? CH3COH. അതായത് ഇത് നമുക്ക് ഒന്നും കൂടി ശരിക്കും എഴുതാം. ഇതതിൻ്റെ മെക്കാനിസം ഫോർമുല ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്നും കൂടി എഴുതാം. CH3 സിംഗിൾ ബോണ്ട് COOH, നമ്മുടെ എത്തനോയിക് ആസിഡ് അല്ല മക്കളെ. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഈ ഫോർമുലയും അതുപോലത്തെ കാര്യങ്ങൾ, ഈ മെക്കാനിസം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഈ മെക്കാനിസം ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല മാർക്ക് കിട്ടും. ഓക്കെ, മറ്റേത് 1-2 മാർക്കിന് എന്നാൽ മുകളിൽ എഴുതാം. ഒരു 3 മാർക്കിനൊക്കെ വരുമ്പോൾ ഈ താഴെ മെക്കാനിസം വെച്ചിട്ടുള്ളേ ആ ഒരു രീതിക്കൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് എന്താ നോക്കാം. ഓക്കെ, എസ്റ്റേഴ്സ് എന്താണ് മക്കളെ എസ്റ്റർ? ഓക്കെ, esters are organic compounds formed when a carboxylic acid react with alcohol with the elimination of water. അതായത് മക്കളെ എസ്റ്റർ എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്, അത് നമ്മുടെ കാർബോക്സിലിക് ആസിഡ് നമ്മൾ നേരത്തെ പഠിച്ചു COH വരുന്ന ഗ്രൂപ്പില്ലേ, അവർ നമ്മുടെ ആൽക്കഹോൾ ഏതെങ്കിലും ഒരു ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് ഒരു എന്താ പറയുക H2O, അതൊരു മോളിക്യൂൾ ഓഫ് H2O വാട്ടർ റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, H2O റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ബാക്കി കോമ്പൗണ്ട് ഇല്ലേ, ആ ബാക്കി കോമ്പൗണ്ടിനെയാണ് ആ H2O എലിമിനേറ്റ് പോയിട്ട് ബാക്കിയുള്ള ആ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, അവരെയാണ് നമ്മൾ പറയുന്നത് എസ്റ്റേഴ്സ് എന്ന്. ഓക്കെ, അതിൽ നിന്ന് അതായത് മീൻസ് ഡീഹൈഡ്രേഷൻ ചെയ്യുക, ആ കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിവാക്കുക. ഡീഹൈഡ്രേഷൻ ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കിയാൽ അതിന് നമ്മൾ എന്താ പറയുക, അതിനെയാണ് നമ്മൾ പറയുന്നത് എസ്റ്റർ. ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക മക്കളെ, ഇവിടെ CH3COH C2H5OH ഒരു ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മുടെ CH3COH മെത്തനോയിക് ആസിഡ് ആണോ? അല്ല, എത്തനോയിക് ആസിഡ്. ഇവിടെ 2 C ഉണ്ടല്ലേ, 2 C വരുമ്പോൾ അത് ഈത്താണ്, നമുക്കറിയാം. ഒരു C ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് മീത്ത്. ഓക്കെ, അപ്പോൾ എത്തനോയിക് ആസിഡ് ഒരു ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, അത് ഏത് ആൽക്കഹോളാവും? ഓക്കെ, റിയാക്ട് ചെയ്തതിന് ശേഷം അവർ തമ്മിൽ ഫോം ചെയ്ത കോമ്പൗണ്ടാണ് ഇത്. ഓക്കെ, CH3COO2 C2H5 പ്ലസ് H2O. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത് മക്കളെ? ഇവിടെ എന്താണ് നടന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു O ഇല്ല മക്കളെ, ഇവിടുന്ന് ഒരു OH. ഓക്കെ, ഇവിടുന്ന് ഒരു OHും ഇവിടുന്ന് ഒരു H. ഓക്കെ, ഇവർ രണ്ടാൾ റിമൂവ് ആയി. ഓക്കെ, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവർ രണ്ടാൾ ഇവിടുന്ന് റിമൂവ് ആയി H2 ആയി പോയി. ഓക്കെ, H2O ആയി പോയില്ലേ മക്കളെ? അപ്പോൾ ഇനി ഇവിടെയുള്ള ഈ ബാക്കി കോമ്പൗണ്ട്സില്ലേ മക്കളെ, ഈ കോമ്പൗണ്ട്സിൽ നിന്നും ഈ O ഉണ്ടല്ലോ, ഇവിടെ ഒരു O ബാക്കിയാവൂലേ. ഈ O എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു O പോയില്ലേ, ഇവിടുന്ന് ഈ ഓൻ്റെ സ്ഥാനത്തൊക്കെ വന്നിട്ട് നമ്മുടെ O വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ആ O ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ കോമ്പൗണ്ട് അല്ലേ മക്കളെ ഇത് CH3COO C2H5 പ്ലസ് H2O. അതായത് ഈ H2O ആണ് ഇത്. ഓക്കെ, ഇവിടെ ഈ ബാക്കിയുള്ള കോമ്പൗണ്ട്സിലെ ഈ O പോയി ഇവിടെ അറ്റാച്ച് ചെയ്ത കോമ്പൗണ്ട്സ് അതാണ് ഇത്. ഓക്കെ, നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നോക്കാം. CH3COOH ഇതേ കോമ്പൗണ്ടാണ്. അതിനുശേഷം C3 ഓക്കെ CH3 H2 ഓക്കെ CH3H2 എന്ന് പറയുമ്പോഴത്തേക്ക് C2H5 അത് കറക്റ്റായില്ലേ, OH. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഈ Hഉം ഇവിടുന്ന് OH ഇവർ രണ്ടാൾ എലിമിനേറ്റ് ആയി. ഓക്കെ, H2O ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും എലിമിനേറ്റ് ആയി. അതിനുശേഷം ഇവിടുന്ന് ഈ O ഉണ്ടല്ലോ, ഇത് ഇവിടെ വന്ന് ഈ ഓൻ്റെ സ്ഥാനത്ത് അറ്റാച്ച് ആയില്ലേ. ഓക്കെ, അറ്റാച്ച് ആയതിനു ശേഷം ആ ബാക്കിയുള്ള കോമ്പൗണ്ട് അങ്ങനെ എഴുതാം. അതെങ്ങനെ വരും? CH3 ഓക്കെ CH3 എഴുതി ശേഷം COO ഓക്കെ അതങ്ങനെ എഴുതിയില്ലേ. ഇനി CH3CH2 ആണോ? അല്ല. നമ്മൾ പഠിച്ചു എങ്ങനെ എഴുതണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് കോമ്പൗണ്ട് മാറും, അതായത് അവിടെ ബോണ്ടിങ് മാറും അല്ലേ. CH2 ആണ് അവസാനം വരുന്നുണ്ടെങ്കിൽ അവിടെ ബോണ്ടിങ് മാറും അല്ല മക്കളെ. CH3 അവസാനം, അതായത് എപ്പോഴും അവസാനം CH3 വരാം. അതായത് ഈ കോമ്പൗണ്ടില്ലേ, ഈ CH3 ഇല്ലേ, ഈ CH3 ഏറ്റവും അവസാനം വരണം. മനസ്സിലായില്ലേ? ഈ CH3 ഇങ്ങോട്ട് പോകും,
CH2 ഇവിടെ നടുവിലേക്ക് വരും. ഓക്കെ, അത് നമുക്ക് ഏതാ COO CH2. ഓക്കെ, CH2 CH3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ കോമ്പൗണ്ട് വരിക. പ്ലസ് H2O. അവിടെ നിന്ന് എന്താ പറയുക, നമ്മുടെ ജലം റിമൂവ് ആയിട്ടുണ്ട്, അത് വാട്ടർ റിമൂവ് ആയിട്ടുണ്ട്. ആ വാട്ടർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. When this reaction is processing, the OH group will eliminate from COH group, and from the OH group H will eliminate, and this both combine to form H2O molecule, and the remaining O will move towards the CO group, and the product will obtained. Also water will eliminate by H2O molecule. അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഇവർ നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ഹൈഡ്രജൻ്റെ ഓക്കെ, OHൽ നിന്നും ഒരു ഹൈഡ്രജനും അതേപോലെ തന്നെ ഇവിടുത്തെ COOHൽ നിന്ന് ഒരു OHും റിമൂവ് ആയി H2 ആയി പോകുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ശേഷം ഇവിടുത്തെ O ഉണ്ടല്ലോ, ഇവിടുത്തെ O ഇങ്ങോട്ട് വരുന്നു. പ്രൊഡക്റ്റ് റെഡിയായി. ഓക്കെ, ഇത് മനസ്സിലാവാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാനൊന്നും കൂടി വേറൊരു വീഡിയോയിൽ മനസ്സിലാക്കി തരാം. അവരൊന്ന് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, ഇനി ഇവരുടെ നെയിമിംഗ് ആണ് മക്കളെ. നെയിമിംഗ് നോക്കാം. നെയിമിംഗ് ഓഫ് എസ്റ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് നെയിമിംഗ് എളുപ്പമാക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എ മാർക്ക്. ഓക്കെ, ഫസ്റ്റ് മാർക്ക് എ കട്ട് അറ്റ് ദി ബോണ്ട് ആഫ്റ്റർ COO. ഓക്കെ, COO കഴിഞ്ഞതിന് ശേഷം ഈ ബോണ്ടില്ലേ ഇവിടെ ഒരു കട്ട് കൊടുക്കുക. ഓക്കെ, ഞാനൊരു കട്ട് കൊടുത്തു. ഓക്കെ, then name the compound that present at the right side of the line with the suffix YL. ഓക്കെ, റൈറ്റ് സൈഡുള്ള കോമ്പൗണ്ടിന് ഞാൻ നെയിമിങ് ചെയ്തു. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 2. ഓക്കെ, 2 കാർബൺ പറയുമ്പോൾ ഈഥെയിനാണ്. ഈഥെയിന് നമുക്ക് കൊടുക്കാൻ പറ്റൂല, അവിടെ YL ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, സഫിക്സ് YL. അപ്പോൾ ഈഥൈൽ എന്ന് കൊടുത്തു. ഓക്കെ, ഈഥൈൽ നിന്ന് നമ്മൾ കൊടുത്തു ഇവിടെ പേര്. അതിന് ശേഷം എന്താ പറയുക, then name the left side compound with the suffix NO8. NO8 എന്ന് വെച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കോമ്പൗണ്ടിന് പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ പേര് കൊടുക്കുകയാണേ. ഓക്കെ, സി ഇവിടെ 2 ഉണ്ട്. ഓക്കെ, C 2 ഉണ്ടാകുമ്പോൾ എന്താണ്? ഈഥെയിനാണ്. ഓക്കെ, ഈഥെയിനാണ് നമുക്ക് മനസ്സിലായി. ഈഥെയിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ബട്ട് NO8 അവിടെ ചേർക്കണം. ഓക്കെ, NO8 ചേർത്തിലാണ് പേര് കൊടുക്കേണ്ടത്. അപ്പോൾ എത്തനോയിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതല്ലേ ഇത് എത്തനോയിറ്റ് അതുപോലെ തന്നെ ഈഥൈൽ. അപ്പോൾ then the name of this compound is ethyl ethanoate. ഈഥൈൽ എത്തനോയിറ്റ് നമുക്ക് കിട്ടും. അതായത് മക്കളെ, ആദ്യം നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള കോമ്പൗണ്ടിൻ്റെ പേരും പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള കോമ്പൗണ്ടിൻ്റെ പേരും നൽകേണ്ടത്. മനസ്സിലായില്ലേ? അതിന് കൊടുക്കുന്ന സഫിക്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, YLും NO8ഉം. അതേപോലെ റൈറ്റ് സൈഡിലുള്ളതിന് YLും ലെഫ്റ്റ് സൈഡിലുള്ളതിന് NO8ഉം ചേർത്താൽ നമുക്ക് ഈ കോമ്പൗണ്ട് നെയിമിങ് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താഴെ 2 കോമ്പൗണ്ട് ഉണ്ട് നമുക്ക്, അല്ലേ? താഴെ നമുക്ക് 2 കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഇതിന് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമുക്ക് പറ്റുമോ? നമ്മൾ പറ്റൂല എന്ന് പറയുമ്പോൾ മാറിക്കൊന്നുമില്ല. നമ്മൾ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളതിനെ നമ്മളതിനെ നേരിടും, അല്ലേ? യെസ്, നമ്മളിവിടെ അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റൂൾ എന്താണ്? ഫസ്റ്റ് മാർക്ക് എ കട്ട് അറ്റ് ദി ബോണ്ട് ആഫ്റ്റർ COക്ക് ശേഷമുള്ള ഈ ബോണ്ട് ഞാനൊരു കട്ട് കൊടുത്തു. ശേഷം then name the compound that present at the right side of the line. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ലൈനിന് ഉള്ള കോമ്പൗണ്ട് ഏതാണെന്ന് നോക്കി. CH2 CH3. ഇതാ മക്കളെ, CH2 CH3 നമുക്കറിയാം. അതാണ് നമ്മുടെ എത്തനാൽ. ഓക്കെ, എത്തനോൾ അങ്ങനെ പറയാം. ഈഥേൻ, മീഥേൻ, അതുപോലെ ഈഥേനാണ്. അത് ഈഥേൻ. നമുക്ക് സഫിക്സ് എന്താണ് അവിടെ? YL. അപ്പോൾ ഈഥൈൽ നമുക്ക് കിട്ടി. ഓൾറെഡി നമുക്ക് ഈഥൈൽ എന്നുള്ള പേര് കിട്ടി. ഞാൻ ആദ്യം ഈഥൈലിനെ ഈഥൈൽ. ഓക്കെ, ശേഷം ഇവിടെ അടുത്തത് then name the left side compound with its suffix NO8 വെച്ചിട്ട് നമുക്ക് ഈ ഒരു പേര് എഴുതണം, അല്ലേ? ഈ ഒരു പേര് നമുക്ക് എഴുതണം. അതായത് ഉത്തമ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാൻ. അതായത് നമ്മൾ എഴുതാൻ പോവാണ് CH3 CH2 COO. അപ്പോൾ പ്രൊപ്പൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. പ്രൊപ്പൈൻ കാരണം അവിടെ 3 കാർബൺ ഉണ്ട്. 3 കാർബൺ വരുമ്പോൾ നമുക്കറിയാം ഇത് പ്രോപ്പ് ഒന്നും നോക്കാനില്ല. പ്രൊപ്പൈൻ. ഓക്കെ, പ്രൊപ്പൈൻ എന്ന് എഴുതാൽ മതിയോ? പോരാ, അവിടെ പ്രൊപ്പൈൻ എഴുതിയാൽ തെറ്റാവും. അതിനുശേഷം NO8 എഴുതണം, അല്ലേ? മനസ്സിലായില്ലേ?
പ്രൊപ്പൈൻ എഴുതിയതിനു ശേഷം നോയേറ്റ്, അതായത് പ്രൊപ്പനോയേറ്റ്. നമ്മൾ മുമ്പ് നെയിം ചെയ്ത പോലെ തന്നെ, മുമ്പ് ഈതയിൽ മീതയിൽ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ നെയിം ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെ നോയേറ്റ് ചേർക്കണം. അതായത് മൈനസ് ചെയ്ത് പ്രൊപ്പേൻ എഴുതി അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോയേറ്റ് ചേർത്തു, OAT ചേർത്തു. ഓക്കെ, OAT ചേർത്താൽ കഴിഞ്ഞു. ഓക്കെ, അത് ഞാൻ എഴുതാണ്. ഓക്കെ, ഈതയിൽ പ്രൊപ്പനോയേറ്റ്. ഓക്കെ, പ്രൊപ്പനോയേറ്റ്, ഈതയിൽ പ്രൊപ്പനോയേറ്റ്. അപ്പോൾ ഈ എസ്റ്ററിൻ്റെ പേരെന്താണ്? ഈ എസ്റ്ററിൻ്റെ പേരാണ് ഈതയിൽ പ്രൊപ്പനോയേറ്റ്. ഓക്കെ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡുള്ള കോമ്പൗണ്ടിൻ്റെ പേര് അവസാനം എഴുതുക, റൈറ്റ് സൈഡുള്ള കോമ്പൗണ്ടിൻ്റെ പേര് ആദ്യം എഴുതുക. ഇടതുവശത്തുള്ള കോമ്പൗണ്ടിൻ്റെ പേര് അത് അവസാനം എഴുതുക, വലതുവശത്തുള്ള കോമ്പൗണ്ടിൻ്റെ പേര് ആദ്യം എഴുതുക. ഈ വരയുടെ, അതായത് നമ്മൾ ആദ്യം CO കഴിഞ്ഞ് ഒരു വര വരയ്ക്കില്ല മക്കളെ, ആ വരയുടെ റൈറ്റ് സൈഡുള്ള കോമ്പൗണ്ടിൻ്റെ പേര് ആദ്യം എഴുതണം, അതിനുശേഷം ലെഫ്റ്റ് സൈഡുള്ള കോമ്പൗണ്ടിൻ്റെ പേര് എഴുതുക. ഓക്കെ, ഇനി ലെഫ്റ്റ് റൈറ്റ് അറിയാത്തവർക്ക് വരാം. ഭക്ഷണം കഴിക്കുന്ന കൈയില്ലേ, ഭക്ഷണം കഴിക്കുന്ന കൈ, ആ സൈഡുള്ള കോമ്പൗണ്ടിൻ്റെ പേര് നമ്മൾ ആദ്യം എഴുതും. ഓക്കെ, ശേഷം നമ്മുടെ ഇടത് കൈ, ഓക്കെ, ഇടത് കൈയിൻ്റെ കോമ്പൗണ്ടില്ലേ, ആ ഭാഗത്തുള്ള കോമ്പൗണ്ട് നമ്മൾ അവസാനം എഴുതും. കഴിഞ്ഞ് പേര് എഴുതി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എല്ലാം തലതിരിഞ്ഞവരാണ്. എസ്റ്റർ എന്ന് പറയുന്നത് തലതിരിഞ്ഞൊരു സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടാമതൊരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. എന്താണത്? ഓക്കെ, നമുക്ക് COO കഴിഞ്ഞു, ഞാനൊരു വര ഇട്ടു. ഓക്കെ, COO കഴിഞ്ഞ് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, നമ്മളോട് ഇതിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു. ഓക്കെ, പേരെന്താണ്? ഓക്കെ, ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് എന്താണ് നമുക്ക് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 1 2 3. ഓക്കെ, 3 കാർബൺ. 3 കാർബൺ പ്രൊപ്പൈൻ ആണ്. ഓക്കെ, പ്രൊപ്പൈൻ ആണ്, നമുക്ക് മനസ്സിലായി. പ്രൊപ്പൈൻ എഴുതാൻ പാടുണ്ടോ? ഇല്ല, പ്രൊപ്പൈൽ എഴുതണം. ഓക്കെ, ഐസോ പ്രൊപ്പൈൽ എന്നൊക്കെ പറയുന്ന പോലെ പ്രൊപ്പൈൽ എഴുതണം. അപ്പോൾ ഞാൻ എഴുതി പ്രൊപ്പൈൽ. ഓക്കെ, പ്രൊപ്പൈലിന് എഴുതി ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന് ശേഷമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡുള്ള കോമ്പൗണ്ടിൻ്റെ പേര് എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡുള്ള കോമ്പൗണ്ടിൻ്റെ പേര് എന്താണ്? CH3 CH2 COO. ഓക്കെ, അവിടെ 3 കാർബൺ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം 3 കാർബൺ പ്രൊപ്പൈൻ. അടുത്തത് ലെഫ്റ്റ് സൈഡിലത്തെ കാർബണിൻ്റെ കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെയിമിങ് ചെയ്യുമ്പോൾ, ഓക്കെ, ലെഫ്റ്റ് സൈഡ് കാർബണിന് നെയിമിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ NO8 ചേർക്കണം. NO8 ആണ് ചേർക്കേണ്ടത്, YL അല്ല. അത് റൈറ്റ് സൈഡുള്ള കാർബണിൻ്റെ നെയിമിങ് ചെയ്യുമ്പോൾ YL ചേർക്കണം. അതുപോലെ ലെഫ്റ്റ് സൈഡ് കാർബണിൻ്റെ നെയിം ചെയ്യുമ്പോൾ NO8 ചേർക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് പ്രൊപ്പനോയേറ്റ്. ഓക്കെ, പ്രൊപ്പനോയേറ്റ്, മനസ്സിലായില്ലേ? ഓക്കെ, പ്രൊപ്പനോയേറ്റ് എന്ന് എഴുതി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മക്കളെ, സിമ്പിളാണ്. ഓക്കെ, സിമ്പിളി ഹംബിളി നമ്മൾ നെയിമിങ് ചെയ്യാനും പഠിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഇന്ന് പഠിച്ചു? ഓക്കെ, യൂസ് ഓഫ് എത്തനോൾ ആൻഡ് മെത്തനോൾ ഇന്ന് പഠിച്ചു അല്ലേ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ പഠിച്ചു, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡ് പഠിച്ചു, എസ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ എസ്റ്റേഴ്സിന് എങ്ങനെ പേര് നൽകാമെന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിലേതെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സാറേ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് തന്നെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഷുവറായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമ്മൾ ഷുവറായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്ന സമയത്തായാലും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്ത് തരും. അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട്, ഓക്കെ, എൻ്റെ മെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ, ആ മെയിൽ ഐ ഡിക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ആ മെയിൽ ഐ ഡിയിൽ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക്, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിലാവാത്ത കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. ഇറ്റ്സ് മീ പ്രജ്വൽ സൈനിങ് ഓഫ്.